ഇതിന് ആവശ്യമെന്ന് പറയുന്നത് ഒരു വെള്ള പേപ്പറും പേനയും മാത്രമാണ്. ഏതൊരു സാധാരണക്കാരനായ വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന അതിശക്തിയാർന്ന ഒരു മാർഗമാണ് ഇന്ന് ഞാൻ മറ്റ് അശുദ്ധികൾ ബാധകമല്ല. അതായത് ആർത്തവം, പുല, വാലായ്മ പോലുള്ള പ്രശ്നങ്ങളൊക്കെയും ഇതിന് ബാധകമല്ല. ഇതിന് ചുറ്റുമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. നമസ്കാരം, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് നടത്തിയെടുക്കാനായിട്ടുള്ള ഒരു വഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യര്, ഒരുപാട് ഉയരങ്ങൾ കീഴടക്കിയ വ്യക്തികള് തങ്ങളുടെ മനസ്സിനെ എനർജൈസ് ചെയ്ത് അവരുടെ മനസ്സിലുള്ള ആഗ്രഹം നടത്തിയെടുക്കാൻ, ആഗ്രഹം സഫലമായി കിട്ടാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇതിന് ആവശ്യമെന്ന് പറയുന്നത് ഒരു വെള്ള പേപ്പറും പേനയും മാത്രമാണ്. ഏതൊരു സാധാരണക്കാരനായ വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന അതിശക്തിയാർന്ന ഒരു മാർഗമാണ് ഇന്ന് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ഏതാഗ്രഹവും ആയിക്കൊള്ളട്ടെ, ഒരു നല്ല ജോലി ലഭിക്കണമെന്നായിക്കൊള്ളട്ടെ, ധനം ലഭിക്കണമെന്നായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണമെന്നുള്ളതായിക്കൊള്ളട്ടെ, അങ്ങനെ ഏതാഗ്രഹവും ആയിക്കൊള്ളട്ടെ, ഈ ഒരു മാർഗത്തിലൂടെ നടത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മളുടെ എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളില് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാകും. ആ ഒരു ആഗ്രഹം നമുക്ക് എനർജൈസ് ചെയ്ത് പൂർണ്ണമായിട്ടും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാർഗമാണിത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു പരീക്ഷണം എന്നോണം നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം. ചെയ്തു നോക്കിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഫലം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അത്രയ്ക്ക് സത്യമുള്ള കാര്യമാണ്. നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ്. ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്നത് തന്നെ ഈ ആഗ്രഹങ്ങളുടെ പുറത്തായിരിക്കും. ആഗ്രഹങ്ങളായിരിക്കും നമ്മളെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായേക്കാം, ഈശ്വരൻ ഇത് നടത്തി തന്നിരുന്നെങ്കിൽ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടേനെ എന്ന് കരുതുന്ന ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വളരെ നിസ്സാരമായിട്ടുള്ള ഈ കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഒരിക്കൽ ചെയ്ത് നിങ്ങൾക്ക് ഫലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ഇത് വിടത്തില്ല. നിങ്ങൾ തീർച്ചയായും പിന്നെയും പിന്നെയും ഇത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇത് ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഇതിന്റെ പവർഫുൾ ആയിട്ടുള്ള ഫലം എത്രത്തോളമാണ് എന്നുള്ളത്. അപ്പോൾ ഇതെന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് വേണ്ടത് എന്ന് പറയുന്നത് ഒരു വെള്ള പേപ്പറാണ്. വെള്ള പേപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഒരു നോട്ട് ബുക്ക് ഇതിനു വേണ്ടി വയ്ക്കുന്നതും ഏറ്റവും നന്നായിരിക്കും. പേപ്പർ ആകുമ്പോൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതയുണ്ട്. നല്ല വെള്ള പേപ്പറുള്ള ഒരു ബുക്ക് വാങ്ങി, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഒരു ബുക്ക് എടുത്ത് അതിലായാലും ഞാൻ ഈ പറയുന്ന രീതിയിൽ എഴുതുക എന്നുള്ളതാണ്. ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് വേണം ഈ ആഗ്രഹം അതിൽ എഴുതാൻ എന്ന് പറയുന്നത്. നീലമഷി പേനയോ ചുവപ്പ് മഷി പേനയോ പച്ചമഷി പേനയോ ഉപയോഗിക്കാവുന്നതാണ്. ഒരു കാരണവശാലും കറുത്ത മഷി പേന നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. രാത്രി കിടക്കുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് വേണം ഇത് എഴുതാൻ എന്ന് പറയുന്നത്. ഇതിന് മറ്റ് അശുദ്ധികൾ ബാധകമല്ല. അതായത് ആർത്തവം, പുല, വാലായ്മ പോലുള്ള പ്രശ്നങ്ങളൊക്കെയും ഇതിന് ബാധകമല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള സമയത്തും നിങ്ങൾക്ക് എഴുതാം. ഈ ഒരു കാര്യം പലരും ചോദിക്കുന്നതാണ്, എന്തൊരു കാര്യം പറയുന്ന സമയത്തും ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ചെയ്യാമോ എന്നുള്ളത്. അപ്പം തിരിച്ചറിയുക, ആർത്തവ സമയത്തായാലും അതുപോലെ തന്നെ പുല, വാലായ്മയുള്ള സമയത്തായാലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി ഇതിന് പ്രത്യേക സമയമോ ദിവസമോ ഒന്നുമില്ല. ഏത് ദിവസവും ഏത് സമയത്തും നിങ്ങൾക്ക് ഇത് എഴുതാം. അതായത് രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുൻപാണ് നിങ്ങളിത് എഴുതേണ്ടത്. രാത്രി സമയത്ത് നിങ്ങൾ ഏത് സമയമാണോ കിടക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ എന്താണ് എഴുതേണ്ടത്? ഞാൻ പറഞ്ഞു, രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപായിട്ട് ഈ ഒരു നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ള പേപ്പറോ അല്ലെങ്കിൽ ആ ബുക്കോ പേനയും എടുത്ത് ആ പേപ്പറിന്റെ നടുഭാഗത്തായിട്ട് വളരെ മനോഹരമായിട്ട് നല്ല വൃത്തിയായിട്ട് നിങ്ങളുടെ ആഗ്രഹം എഴുതുക എന്നുള്ളതാണ്.
ആഗ്രഹം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. എനിക്കൊരു സർക്കാർ ജോലി കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വെള്ള പേപ്പറിന്റെ നടുഭാഗത്ത് എഴുതേണ്ടത് സർക്കാർ ജോലി ലഭിച്ചു എന്നാണ്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നതായിട്ട് പോസിറ്റീവായിട്ട് ആ പേപ്പറിന്റെ നടുഭാഗത്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് ആ ഒരു ബുക്കിന്റെ അല്ലെങ്കിൽ ആ ഒരു പേപ്പറിന്റെ നടുഭാഗത്താണ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ജോലിയുടേതാണെങ്കിൽ നിങ്ങൾ ആ ജോലി ലഭിച്ചു എന്ന് എഴുതി കഴിഞ്ഞു. ഇനി അതിന്റെ ചുറ്റുമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമതായിട്ട് എഴുതേണ്ടത് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രാക്ഷരമായിട്ടുള്ള ശ്രീം എന്നതാണ്. ആരാണ് മഹാലക്ഷ്മി ദേവി? സൗഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ദേവതയാണ്. അപ്പോൾ മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രം കൂടെ നിങ്ങൾ ഈ ഒരു ആഗ്രഹത്തിന്റെ ചുറ്റുമായിട്ട് എഴുതുന്ന സമയത്ത് ആ ഒരു ആഗ്രഹത്തിന് ശക്തിയേറും എന്നുള്ളതാണ്. എന്താണ് ഈ ചുറ്റുമായിട്ട് എഴുതുക എന്ന് പറയുന്നത്? അതായത് ഞാൻ പറഞ്ഞതുപോലെ നടുഭാഗത്തായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എഴുതിയത്. ഒരു സർക്കിൾ എന്നോണം നിങ്ങൾക്ക് ശ്രീം എന്നത് ഒരു 14 തവണ എഴുതാം. 14 തവണ കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം. ഇങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിന് ശക്തി വയ്ക്കും എന്നുള്ളതാണ്. ആ ഒരു ആഗ്രഹം നിങ്ങളെ തേടിയെത്തും. അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങൾ നടന്നു നീങ്ങുന്ന ആ ഒരു ദൂരം കുറഞ്ഞു വരും. നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. നിങ്ങൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ എന്താഗ്രഹമാണോ മനസ്സിൽ കണ്ടത്, നിങ്ങൾ എന്താഗ്രഹമാണോ എഴുതിയത്, ആ ഒരു ആഗ്രഹം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ആഗ്രഹം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുസ്തകം അടച്ചു വയ്ക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ആ പേപ്പർ മടക്കി വയ്ക്കാം. ഇങ്ങനെ അടച്ചു വയ്ക്കുന്നതിൻ്റെ തൊട്ടു മുൻപേ ആയിട്ട് നിങ്ങൾ ആ പുസ്തകത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ മനസ്സിൽ ആ എഴുതി വെച്ചിരിക്കുന്ന ആഗ്രഹം അത് നടന്നു കിട്ടാനായിട്ട് ഒന്ന് സങ്കല്പിക്കുക. മനസ്സിൽ സങ്കല്പിക്കുക. ആ ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരുന്ന സൗഭാഗ്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം, ഇതൊക്കെയും നിങ്ങൾ മനസ്സിൽ കാണേണ്ടതായിട്ടുണ്ട്. ശേഷം നിങ്ങൾക്ക് ആ ബുക്ക് അടച്ചു വയ്ക്കാം. ഈ ഒരു കാര്യം നിങ്ങൾ 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. അതായത് നിങ്ങൾ എടുക്കുന്നത് പേപ്പറാണ് എന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നിങ്ങളൊരു വൈറ്റ് പേപ്പർ എടുത്തെങ്കിൽ നാളെ നിങ്ങൾക്ക് വീണ്ടും മറ്റൊരു വൈറ്റ് പേപ്പറിൽ ഈ പറഞ്ഞതുപോലെ മിഡിൽ ഭാഗത്തായിട്ട്, മധ്യഭാഗത്തായിട്ട് നിങ്ങളുടെ ആഗ്രഹം എഴുതാം. ചുറ്റുമായിട്ട് 14 തവണ ശ്രീം മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രാക്ഷരം എഴുതുക. ഇങ്ങനെ നിങ്ങൾ 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. ഈ 21 ദിവസം കഴിഞ്ഞാലും നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ 21 ദിവസം വരെ നിങ്ങൾ എഴുതി. അപ്പോൾ അതൊക്കെയും സൂക്ഷിച്ചു വയ്ക്കുക. പേപ്പറിലാണ് എന്നുണ്ടെങ്കിൽ പേപ്പർ സൂക്ഷിച്ചു വയ്ക്കുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ബുക്കാണെങ്കിൽ, ഒരു പുസ്തകമാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് 21 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. മറിച്ച് രാത്രി കിടക്കുന്ന സമയത്ത് നിങ്ങൾ ആ ബുക്കിലേക്ക് അല്ലെങ്കിൽ ആ പേപ്പറിലേക്ക് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ആഗ്രഹവും മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രാക്ഷരവും നോക്കി നിങ്ങളുടെ മനസ്സിൽ ആ ആഗ്രഹം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ പറഞ്ഞതുപോലെ ആഗ്രഹം നടന്നു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് ഓർക്കുക. ദിവസവും നിങ്ങൾ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരുന്നത് വരെ നിങ്ങൾ ദിവസവും ഈ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വളരെ വിദൂരമായിട്ട് കണ്ട ആ സ്വപ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ എല്ലാവരുടെ മനസ്സിലും ആഗ്രഹങ്ങളുണ്ട്. അതുപോലെ നിങ്ങളുടെ മനസ്സിലും ഏതെങ്കിലും ഒരു ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹം നേടിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.